ഒറ്റിയെ കയറ്റിയെ പാരഡി പാട്ടും കൊണ്ട് ഓടിയേ എന്നാണ് ഇപ്പോൾ പുതിയത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കേസും കൊണ്ട് കേസും കൊണ്ട് ഓടിയേ എന്നുള്ളത്. പക്ഷെ ഇത് ഒറ്റ കാര്യം ആലോചിച്ചത്, ഇന്നലെ ഇത് കേസെടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം നമ്മളുടെ പരിചയത്തിലുള്ള CPM പ്രവർത്തകരോട് അല്ലെങ്കിൽ CPM അനുഭാവികളായിട്ടുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ച ഒരാൾ പോലും ഈ കേസെടുക്കാനുള്ള തീരുമാനം അതിനനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല മാത്രമല്ല ആന മണ്ടത്തരം എന്നുള്ള നിലക്കാണ് അവരെല്ലാവരും സംസാരിച്ചത്. നമുക്ക് കുറേ അധികം ആളുകളോട് സംസാരിച്ച് ഞാൻ പറയുന്നില്ല, നമ്മൾ സംസാരിച്ച നമ്മുടെ പരിചിത വൃത്തത്തിലുള്ള CPMകാരായുള്ള LDFകാരായുള്ള ആളുകൾ അങ്ങേയറ്റത്തെ രോഷത്തോടും അമർഷത്തോടും കൂടിയാണ് അവർ ഈ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഷിതയ്ക്കും അതേ അനുഭവം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ, നമുക്ക് ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഒന്നും അതിന് വേണ്ടല്ലോ. ഇങ്ങനൊരു പാരഡി പാട്ട്, ജനങ്ങൾ മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാരഡി പാട്ട്, അതിനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇടതുപക്ഷ സർക്കാർ എപ്പോഴാണെന്ന് പറയുക, ഇതേ ആഴ്ചയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് സിനിമ കാണിക്കാൻ സമ്മതിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞിട്ടല്ല, അതൊരു വസ്തുതയാണ്. അതിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഐഡിയ മുൻനിർത്തിയാണല്ലോ നമ്മളതിനെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നത്. അതേ സർക്കാർ ഒരു പാരഡി പാട്ട്, ആളുകൾ ആസ്വദിച്ച് കേൾക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു പാരഡി പാട്ട്, അതിനെതിരെ കേസെടുക്കുക മാത്രമല്ല, ചുമത്തിയിരിക്കുന്നതാണ് മതവിദ്വേഷം ഉണ്ടാക്കുകയാണ്. അവിടെ സ്വർണ്ണക്കൊള്ള നടന്നു എന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പാട്ട്, അതെങ്ങനെയാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്നതാകുക. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിശേഷം, ആഭ്യന്തര വകുപ്പിന് ശേഷം ഈ മതവിദ്വേഷ വകുപ്പുകൾ വ്യാപകമായി ചുമത്തുകയാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, കോഴിക്കോട് സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പാണ്, അത് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കോഫി ഷോപ്പാണ്. ഈ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കോഫി ഷോപ്പ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ അതിൻ്റെ പരിസരത്ത് പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെ മതവിദ്വേഷം ചുമത്തിയിട്ട് കേസെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. കുറ്റ്യാടിയിൽ ഈ BJPയുടെ CAA വിശദീകരണ യോഗം നടക്കുന്ന ദിവസം അവിടെ വ്യാപാരികൾ കടകളടച്ചു. ഈ കടകൾ അടച്ച വ്യാപാരികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതും മതവിദ്വേഷമാണ്. ഇതെന്താണ് ഈ BJPയുടെ പൊതുയോഗവും കടകളടക്കലും, ഇതിലെവിടെയാണ് മതം വരുന്നത്? സ്റ്റാർബക്സിലെവിടെയാണ് മതം വരുന്നത്? ഈ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. വ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. CAA പ്രൊട്ടസ്റ്റിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് കേസെടുത്തിട്ടുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിയുടെ കാറിലാണ്.